ടാറ്റ മോട്ടോഴ്സിൻ്റെ SUV നിരയിലെ ഏറ്റവും ചെറിയ വാഹനം. പക്ഷേ അവർ ഒരു സെയിൽസ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വാഹനം. നമ്മൾ പറഞ്ഞു വരുന്നത് ടാറ്റയുടെ പഞ്ച് എന്ന് പറയുന്ന നമ്മുടെ കയ്യിൽ കാണുന്ന ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ്. പഞ്ചിൻ്റെ ഫസ്റ്റ് ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അപ്ഡേഷനായിട്ടാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 2021 പഞ്ച് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞൻ SUV ഇന്ത്യയിൽ വരുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറം ആ ഒരു വാഹനത്തിൻ്റെ മുഖം മിനുക്കി അവർ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു വരവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പുതുമകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിനോട് 100% നീതി പുലർത്തിയിട്ടാണ് ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത്. അതായത് പുതിയ പഞ്ച് എത്തിയിട്ടുള്ളത്. അത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനിൽ നിന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് അതായത് പഞ്ചിൻ്റെ ആദ്യത്തെ മോഡൽ നമ്മൾ കണ്ടിരുന്നത് കുറച്ചും കൂടെ വലിയൊരു ഗ്രില്ലായിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഗ്രില്ലിന് പകരം അവർ ആ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഒരു ആക്സെൻറ്റ് കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു ഏരിയ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പറിൽ ചെറിയൊരു ആ ഒരു കട്ടൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു ലോഗോ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ലൈറ്റ് ഏരിയയിലേക്കാണ്. അതൊരു ഇൻഗ്ലാസ് DRL ലൈറ്റ് അതുപോലെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റുമായിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ പ്രധാന മാറ്റം നമ്മൾ താഴേക്ക് നോക്കുമ്പോഴാണ്. കാരണം മുൻ മോഡലിൽ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ഹെഡ് ലാമ്പ് വേറൊരു തരത്തിലായിരുന്നെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ടാറ്റയുടെ നമുക്കറിയാം ഒരു ന്യൂ ജനറേഷൻ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആ ഒരു ക്വാഡ് LED ഹെഡ് ലാമ്പ് സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ലൈറ്റ് സെറ്റപ്പുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഒരു എയറോഡൈനാമിക് ശേഷിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എയർ കട്ടനുകൾ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ഫ്രണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വാഹനത്തിൽ ഒരു 360 വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ഈ ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. താഴോട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും ഈ വാഹനത്തിന് ഒരു SUV ലുക്ക് കൊടുക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ഇൻസേർട്ട് തന്നെയാണ്. കാരണം അത് നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഒരു ഭാവമൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എയർ ഇൻടേക്കുകളൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ മുമ്പിലെ ബമ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ഫൈബർ ക്ലാഡിങ്ങിൻ്റെ എലമെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ബമ്പറിൽ തുടങ്ങി സൈഡിൽ അത്യാവശ്യം എന്താ പറയുന്നത് ചെറിയൊരു വീതി കുറഞ്ഞ വീലാർച്ച് ആകുന്നുണ്ട്. അത് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരു ക്ലാഡിങ് ആയിട്ട് പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പം കാര്യമായ ഒരു വ്യത്യാസം നമുക്ക് ഇതിൻ്റെ ഒരു പ്രീവിയസ് മോഡലിൽ നമുക്ക് തോന്നില്ല. പക്ഷേ വ്യത്യാസമുള്ളത് ഈ ഒരു അലോയ് വീൽസിലാണ്. കാരണം അലോയ് വീലിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പുതിയതാണ്. നമ്മൾ പഴയ പഞ്ചിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടയർ സൈസിലൊന്നും മാറ്റമൊന്നും കൊടുത്തിട്ടില്ല. 16 ഇഞ്ച് വലിപ്പമുള്ള ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 360 ഡിഗ്രി വ്യൂ ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ഈ ഒരു റിയർ വ്യൂ മിററിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഒരു LED ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ബാക്കി നമ്മുടെ ഈ സൈഡ് പ്രൊഫൈൽ നമ്മൾ മുൻ മോഡലിൽ എങ്ങനെയായിരുന്നു അതിനോട് സമാനമായി തന്നെയാണ് വന്നിട്ടുള്ളത്. പഞ്ചിൻ്റെ ഏറ്റവും വലിയ പുതുമ ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഒരു പുതിയ പഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം മുൻ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ 2 എൻഡിലായിട്ട് ഒരു നോർമൽ ലൈറ്റുകളായിരുന്നു. ഈ പുതിയതിലേക്ക് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് LED യൂണിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ 2 LED ടെയിൽ ലാമ്പുകളും കണക്ട് ചെയ്ത് ഒരു ലൈറ്റ് സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. അതും ഇൻഗ്ലാസ് ലൈറ്റ് സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വാഹനത്തിന് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ജനറേഷൻ ഭാവം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലോഗോ ആണെങ്കിലും ആ ഒരു 3D ലോഗോ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഈ ഒരു വാഹനം ഇതിൻ്റെ CNG മോഡലാണ്. CNG മോഡലിൽ വന്ന പുതുമ എന്ന് പറഞ്ഞാൽ CNGയുടെയും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പതിപ്പ് അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതാണ് ഈ ഒരു വരവിൽ മറ്റൊരു പ്രത്യേകത. അതിൻ്റെ ICNG ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പഞ്ചിൻ്റെ ബാഡ്ജിങ് മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ആ ഒരു ക്യാമറയുടെ പ്ലേസിംഗ് ഉണ്ട്. താഴെ നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ട് ആ ഒരു റിവേഴ്സിൻ്റെ ലൈറ്റ് ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ റൂഫ് എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു സ്പോയിലറും ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ലുക്കിംഗ് SUV ആയിട്ടാണ് ഈ ഒരു തവണ പഞ്ച് എത്തിയിട്ടുള്ളത്. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളെ വാഹനത്തിൽ വരുത്തിയിട്ടുള്ളെങ്കിലും ആ ഓരോ മാറ്റങ്ങളും ഭയങ്കര നോട്ടബിൾ ആണെന്നുള്ളതാണ് ഈ ഒരു വരവിലെ പ്രധാന സവിശേഷത. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ്. അത്യാവശ്യം എന്താ പറയുക ഫീച്ചർ റിച്ച് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു 2ാം വരവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം.
പഞ്ചിൻ്റെ ഇലക്ട്രിക് മോഡൽ എങ്ങനെയായിരുന്നു ഏതാണ്ട് നമുക്ക് കാഴ്ചയിൽ അതേ ഫീലാണ് പുതിയ ഈ ഒരു പഞ്ചിൻ്റെ ഇൻറ്റീരിയറും തരുന്നത്. അത് നമ്മൾ പറയാൻ പ്രധാന കാരണം ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് മുതൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചറും സീറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് നമുക്കൊരു എന്താ പറയുന്നത് ഒരു മൾട്ടി ടോൺ കളറിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഹാർഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഈ ഒരു ഏരിയയെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ സോഫ്റ്റൻ ചെയ്തിട്ടുള്ള കുറച്ച് മാർക്സ് ഒക്കെ ഉള്ളൊരു പ്ലാസ്റ്റിക് താഴോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു AC വെൻറ്റിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. അതിന് ഒരു എന്താ പറയുന്നത് അതിന് ചുറ്റും വേറൊരു ഇൻസേർട്ടൊക്കെ കൊടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ആ ഒരു ഏരിയ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10.25 ഇഞ്ച് വലിപ്പത്തിലൊരു സ്ക്രീൻ, അത് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു സ്ക്രീന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുന്നത് നല്ലൊരു വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ തന്നെയാണ് വന്നിട്ടുള്ളതും. അതിൽ അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കണക്ടിവിറ്റി സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു എന്താ പറയുന്നത് ഒരു സ്ക്രീനാണ് ഇതിൽ വന്നിട്ടുള്ളത്. നേരെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടാറ്റയുടെ ഇപ്പം അടുത്ത സിയറ ആണെങ്കിലും അതിന് മുമ്പ് ഹാരിയർ ആണെങ്കിലും അതുപോലെ ടാറ്റയുടെ ഒരു ന്യൂ ജനറേഷൻ വാഹനങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു ഈ ഒരു ടച്ച് സ്ക്രീൻ കൺട്രോൾ പാനൽ. അതായത് ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടെയുള്ള പാനലൊക്കെ ടച്ച് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അതിൽ നമുക്ക് CNGയിലേക്ക് സ്വിച്ച് ചെയ്യാനും അതുപോലെ പെട്രോളിലേക്ക് മാറ്റാനും ഒരു വൺ ടച്ചിൽ നമുക്ക് സാധിക്കുന്ന ഒരു ഐക്കൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 360 ഡിഗ്രി ക്യാമറ, വാഹനത്തിൻ്റെ ലോക്ക്, അതുപോലെ എന്താ പറയുക 2 ഫിസിക്കൽ സ്വിച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു 2, അതായത് നമ്മൾ ടെമ്പറേച്ചറും ഫാൻ സ്പീഡും കൂട്ടുന്നതിനുള്ള ആ 2 സ്വിച്ചസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗിയർ എന്താ പറയുന്നത് ഷിഫ്റ്റ് സെലക്ടറിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും അതായത് പഴയ നെക്സോൺ മുതൽ ഓട്ടോമാറ്റിക് മോഡലിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം എന്താ പറയുന്നത് ലിവർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ ഒരു CNG മോഡലാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് അതായത് CNGക്കൊപ്പം ഓട്ടോമാറ്റിക് കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇനി നമ്മൾ ബേക്കിലേക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെയുണ്ട്. ഇവിടെ പുതിയതായിട്ട് ഒരു ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എന്താ പറയുക അത്യാവശ്യം കുഷനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ആംബ്രസ്റ്റാണ്. അവിടെ അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജും ഉണ്ട്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് വേറൊരു സവിശേഷത. നമ്മൾ നേരെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൺറൂഫ്, അത് നമ്മൾ മുൻ മോഡലിൽ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. ഇതിൻ്റെ സീറ്റാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത്യാവശ്യം നല്ല എന്താ പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലാണ് ഈ ഒരു സീറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലെ ഈ ഒരു എന്താ പറയുന്നത് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മളൊന്ന് ഹഗ് ചെയ്ത് പിടിച്ചിരിക്കുന്ന പോലെയാണ് ഈ ഒരു സീറ്റിൻ്റെ സൈഡ് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ എന്താ പറയുക നമ്മുടെ തൈ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന തൈ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുമ്പം വേറൊരു പുതുമ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ടാറ്റയുടെ ഒരു സിഗ്നേച്ചർ അടയാളം അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഫീച്ചറായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. കാരണം നമുക്ക് കാണാം ആ 2 സ്പോക്ക് നടുക്ക് ഇലുമിനേറ്റ് ചെയ്യുന്ന ലോഗോ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, അതിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന വോയിസ് കമാൻഡ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. നേരെ മുമ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ക്രീനാണ്. അത് ഭയങ്കര രസമായിട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു RPMൻ്റെ മീറ്റർ കാണാൻ വേണ്ടി പറ്റും. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓൾറെഡി ഒരു മൾട്ടി ഫ്യൂൽ വാഹനമാണ്. കാരണം CNG പെട്രോൾ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ 2ൻ്റെ ഫ്യൂൽ ഗേജും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സെൻറ്ററിൽ ബാക്കി സ്പീഡ് ഉൾപ്പെടെയുള്ള ബാക്കി എന്താ പറയുക ഡിസ്റ്റൻസ് ടു MT അതുപോലെ നമ്മുടെ എന്താ പറയുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഗിയർ ഷിഫ്റ്റ് സെലക്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓട്ടോമാറ്റിക് അതുകൊണ്ട് തന്നെ 2 പാഡ് ഷിഫ്റ്റേഴ്സ് നമുക്ക് ഈ പറഞ്ഞ -+2 പാഡ് ഷിഫ്റ്റേഴ്സ് ഈ സ്റ്റിയറിങ്ങിൻ്റെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ ഹാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡോർ ഹാൻഡിൻ്റെ ഡിസൈനും പുതിയതാണ്. CNG വാഹനമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ നോക്കിയാൽ 210 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി നമുക്കറിയാം ഒരു CNG വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാ കാലത്തും അതിൻ്റെ സ്റ്റോറേജ് പോകുന്നു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ സിലിണ്ടർ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സിലിണ്ടർ കൊടുത്തിരിക്കുന്നത് സ്പെയർ ടയർ വരുന്ന ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് റിയർ സീറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ C ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വാഹനത്തിൽ പുതിയ ഫീച്ചറായിട്ട് വന്നതാണ്. ചാർജറിൻ്റെ കേസ് പറയുമ്പോൾ മുമ്പിൽ 2 C ടൈപ്പ് ചാർജർ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് 65 വോൾട്ടിൻ്റെ C ടൈപ്പ് ചാർജറാണ്. പിന്നെ ഒന്ന് നമുക്ക് 12 വോൾട്ടിൻ്റെ നോർമൽ ആ ഒരു ചാർജിങ് പോർട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ ഒരു വയർലെസ് ചാർജിങ് പാഡും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു എന്താ പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ABS EBD പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ നമുക്കറിയാം. ടാറ്റ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അവർ വരുത്താറില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വാഹനം സംബന്ധിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ സ്റ്റൈല് ഡിസൈന് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവാണ്. നമ്മൾ CNG ടർബോ പെട്രോൾ എഞ്ചിനും
ഈ വരവിലെ വേറൊരു സവിശേഷതയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ പതിപ്പ് വന്നു എന്നുള്ളത്. കാരണം നെക്സണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ടർബോ എഞ്ചിൻ ഈ തവണ പഞ്ചിലേക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഹനം നമ്മൾ 2 മോഡൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു വരവിലെ ഏറ്റവും പ്രധാന സവിശേഷത നമ്മൾ പറയുന്നത് ഇതിൽ വന്നിരിക്കുന്ന ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതായത് നമ്മൾ നെക്സോണിലൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 PS പവർ, അതുപോലെ 170 ന്യൂട്ടൺ ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു മൈക്രോ SUV സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൽ ആ ഒരു എഞ്ചിൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് എന്താ പറയുക, നമ്മൾ പ്രത്യേകിച്ച് ഹൈവേകളിലുള്ള പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ടർബോ എഞ്ചിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ്. അപ്പം എന്താ പറയുക, നമുക്കൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൂടി ഇതിൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിന് ടാറ്റ തരുന്നൊരു വിശദീകരണമുണ്ട് ഒരു പരിധി വരെ. ഇതിൻ്റെ കൂടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു നെക്സോണിൻ്റെ ലോവർ വേരിയൻറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് പതിപ്പുകളുടെ സെയിലിനെ അത് അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും ഒരു പരിധി വരെ ഇവരതിൽ ആ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്കൊരു ലോ എൻഡ് തൊട്ട് നമുക്ക് എന്താ പറയുന്നത് നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. 170 ന്യൂട്ടൺ ടോർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. അത് നമുക്ക് ലോ എൻഡ് ആണെങ്കിലും മിഡ് എൻഡ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല വൃത്തിയുള്ള ത്രോട്ടിൽ റെസ്പോൺസ് അതുപോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ടർബോ ഹിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു റൈഡ് ആൻഡ് ഹാൻഡ്ലിങ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മുതൽ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ പഞ്ചിൽ കൊടുത്തിരുന്ന ആ ഒരു അൽഫ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു അൾട്രോസിലും ആ ഒരു പ്ലാറ്റ്ഫോമാണ് കൊടുത്തത്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന റൈഡിങ് കംഫർട്ട് അതുപോലെ സേഫ്റ്റി ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അൽഫ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അജൈൽ, ലൈറ്റ്, ഫ്ലെക്സിബിൾ, അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം എന്നാണ് ഇതിനൊരു എന്താ പറയുക ഫുൾ ഫോം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത് ആ ഒരു രീതിയിൽ എല്ലാം കൊണ്ടും എന്താ പറയുന്നത് ആ ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ പാത്തോൾസ് ആണെങ്കിലും ഹമ്പാണെങ്കിലും എല്ലാം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത്. ഒത്തിരി ലൈറ്റർ സസ്പെൻഷൻ ആണെന്നല്ല, അത്യാവശ്യം സ്റ്റിഫാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഒത്തിരി എന്താ പറയുന്നത് നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു പറയുന്ന ബമ്പോ പാത്തോളൊന്നും കാര്യങ്ങളൊന്നും നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ പറയണം. സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോവർ സ്പീഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റാണ് സസ്പെൻഷൻ. പക്ഷേ നമ്മൾ സ്പീഡ് എടുക്കുന്നതനുസരിച്ച് അത്യാവശ്യം വെയിറ്റ് നമുക്ക് സ്റ്റിയറിങ്ങിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ എന്താ പറയുന്നത് മൊത്തത്തിൽ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്, സ്റ്റിയറിംഗ് വീല്, പിന്നെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്, പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇമ്പ്രസീവായിട്ട് ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു വരവിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു CNG മോഡലിൻ്റെ കൂടെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം CNG മറ്റേ ഇന്ധനമായിട്ടുള്ളൊരു വാഹനമാണ്. അതുപോലെ അതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു 1.2 ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ്റെ കൂടെയാണ് ആ ഒരു CNG സംവിധാനം അവർ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ഒത്തിരി എന്താ പറയുന്നത് അതൊരു ഭയങ്കര പെർഫോമൻസ് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു വാഹനമല്ല, ഒരു സിറ്റി യൂസിനും കാര്യത്തിനൊക്കെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത് അതിൻ്റേതായ ഒരു പതുങ്ങലും കാര്യങ്ങളൊക്കെ ആ വണ്ടിക്കുണ്ട്. പിന്നെ അതിൻ്റെ സസ്പെൻഷൻ സംവിധാനം കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്ന പോലെയാണ്. പക്ഷേ കുറച്ച് അണ്ടർ പവർ ആണ് എന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ സിറ്റി യൂസിനൊക്കെ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. കാരണം ഓൾമോസ്റ്റ് 26 കിലോമീറ്ററോളം നമുക്ക് അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അതിൻ്റെ കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. പിന്നെ നമുക്ക് ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. മാനുവറിങ് കാര്യങ്ങൾ ഒന്നിലും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം കുറച്ച് അണ്ടർ പവറാണ്. അതുപോലെ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചെറിയ ലാഗുണ്ട്. പക്ഷേ നമുക്കത് മാനുവലി ഓടിക്കാനും കൂടെ പറ്റുന്നുണ്ട്. പാഡ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വാഹനത്തിൽ വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്നത് അതിൻ്റെ ഒരു എഞ്ചിൻ നമുക്കറിയാം സ്വാഭാവികമായിട്ട് 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പം കുറച്ച് നോയ്സി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ആ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞ 2 മോഡൽ. ഇപ്പം ഈവൻ നമ്മുടെ പെട്രോൾ ടർബോ പെട്രോൾ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഓടിച്ച ഈ 2 വാഹനങ്ങൾ CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആ വാഹനത്തിലും വന്നിട്ടുള്ളത്. അപ്പം എന്താ പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ കണ്ടു 5,90,000 രൂപയിലാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം സിറ്റി ഉപയോഗത്തിനൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇപ്പം ടർബോ എൻജിൻ വന്നതോടെ നമ്മുടെ ഒരു ഹൈവേയിൽ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു മോഡലായിട്ട് തന്നെയാണ് പുതിയ പഞ്ച് വന്നിട്ടുള്ളത്. റോഡ് ശേഷി പോലെ തന്നെ ഭയങ്കര ഓഫ് റോഡിലും അത്യാവശ്യം നല്ല എബിലിറ്റി ഈ വാഹനം നമുക്ക് തന്നിട്ടുണ്ട്.
കാരണം നമ്മളിപ്പം ഒരു ചെറിയൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഒരു 90 ഡിഗ്രി എന്നാ പറയുന്നത് ഇൻക്ലൈൻ ആണെങ്കിലും ഇപ്പോൾ സ്വാഭാവികം അതുപോലെ ആണെങ്കിലും വാട്ടർ വേർഡിങ് കപ്പാസിറ്റി ആണെങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണല്ലോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കാരണം 193 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും സ്വാഭാവികമായിട്ട് മോർ ദാൻ 350 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അതിൻ്റെ CNG മോഡൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് 210 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്താ പറയുക, നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലി വാഹനമായിട്ട് അല്ലെങ്കിൽ ഒരു അഡൽട്ടിൻ്റെ വാഹനമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും കൊള്ളിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച്.